എല്ലാവർക്കും ഓട്ടോടെക്റ്റീവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എന്ന വീഡിയോയിലൂടെ നമ്മുടെ റിയർ സീറ്റ് ബെൽറ്റ് റിമൈൻഡറിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. പുതിയ വാഹനങ്ങളിൽ നമ്മൾ ഫ്രണ്ട് സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാലും വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എന്നുള്ളൊരു വാണിംഗ് കാണിക്കുകയും നമ്മൾ വാഹനം ഓടിച്ചൊരു 50 കിലോമീറ്ററിന് അബവ് വന്നു കഴിഞ്ഞാൽ ഒരു ബസർ വരികയും ചെയ്യും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സാധാരണ നമ്മൾ സീറ്റ് ബെൽറ്റുള്ള വാഹനങ്ങളിൽ സീറ്റ് ബെൽറ്റ് ഇടാതെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ഇതുപോലൊരു വാണിംഗ് ക്ലസ്റ്ററിലും ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലും കാണിക്കും. ഇത് ഫ്രണ്ട് സീറ്റ് ബെൽറ്റ് ഇടാതെ ഓടിക്കുമ്പോൾ കാണിക്കുന്ന ഒരു ഇൻഡിക്കേഷനാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്യൂൽ ഗേജിൻ്റെ അവിടെയും ഒരു വാണിംഗ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുന്ന സമയത്താണ് ലൈറ്റ് കാണിക്കുക. ഇപ്പോൾ നമ്മൾ ഡ്രൈവർ സൈഡ് സീറ്റ് ബെൽറ്റ് ഫാസ്റ്റൺ ചെയ്തിട്ടുണ്ട്, പാസഞ്ചർ സൈഡ് ആളില്ല. പക്ഷേ എങ്കിലും അവിടെ ഒരു വാണിംഗ് കാണിക്കുന്നുണ്ട്. ഫ്യൂൽ ഗേജിൻ്റെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ റിയർ സീറ്റ് ബെൽറ്റ് ഇടാത്ത കാരണത്താൽ കാണിക്കുന്ന ഒരു വാണിംഗ് ആണ്. ഇത് നമ്മുടെ AIS റെഗുലേഷൻ പ്രകാരം, ഇപ്പോഴത്തെ ഗവൺമെൻറ് നിയമപ്രകാരം റിയർ സീറ്റ് ബെൽറ്റിനും റിമൈൻഡർ കൊടുക്കണമെന്ന് ഉള്ള ഒരു റൂളുണ്ട്. അത് കാരണത്താൽ വന്നിരിക്കുന്ന ഒരു ഫീച്ചറാണത്. അപ്പോൾ നമ്മൾ റിയർ സീറ്റ് ബെൽറ്റിൻ്റെ ബക്കിളിൽ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും, ഇതുപോലെ അതിന് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, വയർ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഫ്രണ്ട് സീറ്റ് ബെൽറ്റ് ഉള്ളതുപോലെ തന്നെ റിയർ സീറ്റ് ബെൽറ്റിനും ഇനി മുതൽ വരുന്ന വാഹനങ്ങളിൽ ഒരു റിമൈൻഡിങ് ഫീച്ചർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എങ്കിൽ, റിയർ സീറ്റ് ബെൽറ്റ് വാഹനത്തിൽ സീറ്റിൽ ആളില്ല എങ്കിൽ കൂടി നമ്മൾ റിയറിലെ സീറ്റ് ബെൽറ്റ് ഫാസ്റ്റൺ ചെയ്ത് വെക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് കത്തിക്കിടക്കും. എന്തുകൊണ്ടാണ് ബാക്കിലെ സീറ്റിൽ ആളില്ല എങ്കിലും അത് കത്തിക്കിടക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഫ്രണ്ട് പാസഞ്ചർ സൈഡ് സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എങ്കിൽ അവിടെ വാണിംഗ് വരും. പക്ഷേ അതിൽ ആളിരുന്നാൽ മാത്രമാണ് അതിൻ്റെ അത് വാണിംഗ് കാണിക്കാറുള്ളൂ. അതായത് ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ് സീറ്റിൽ ഒരു സെൻസർ കൊടുത്തിട്ടുണ്ട്. അതായത് ആൾ കയറി ഇരുന്ന് കഴിയുമ്പോൾ ആളുടെ വെയിറ്റ് വന്നു കഴിയുമ്പോൾ വാണിംഗ് തരുന്ന ഒരു സെൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെയിം ഫീച്ചർ റിയർ സീറ്റിന് കൊടുത്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അത് വരുമ്പോഴത്തേക്കും സീറ്റിൽ സെൻസർ ഫിക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ പറയുന്ന വാഹനത്തിന് വില കൂടും, ചിലവ് കൂടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള കാലത്ത് റിയർ അത് കൊടുത്തിട്ടില്ല. അതിന് പകരമായിട്ട് സീറ്റ് ബെൽറ്റ് ഫാസ്റ്റൺ ചെയ്താൽ മാത്രമാണ് ആ ഒരു വാണിംഗ് അതിൽ നിന്ന് പോവുകയുള്ളൂ. അപ്പോൾ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് റിയർ സീറ്റിൽ ആളില്ല എങ്കിൽ കൂടിയും നമ്മൾ സീറ്റ് ബെൽറ്റ് ഫാസ്റ്റൺ ചെയ്ത് വയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ നമ്മൾ സീറ്റ് ബെൽറ്റ് എല്ലാ സീറ്റ് ബെൽറ്റും ഫാസ്റ്റൺ ചെയ്യണം. റിയറിൽ ഏതെങ്കിലും ഒരു സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എങ്കിൽ കൂടി ആ വാണിംഗ് കാണിക്കും. നമ്മൾ ഇതുപോലെ ഫാസ്റ്റൺ ചെയ്ത് വയ്ക്കണം. ബാക്കിൽ നമുക്ക് 3 സീറ്റ് ബെൽറ്റാണ് വരിക. സെൻട്രലായിട്ട് ഒരു സീറ്റ് ബെൽറ്റ് ഉണ്ടാവും, അതുകൂടാതെ ലെഫ്റ്റും റൈറ്റും 2 സീറ്റ് ബെൽറ്റ് ഉണ്ടാവും. അപ്പോൾ 3 ബക്കിളും നമ്മൾ ലോക്ക് ചെയ്ത് വെക്കണം. ഇതാണ് ഇപ്പോൾ അതിൻ്റെ കണക്ഷൻ വരുന്നത്. അതുപോലെ കീ റിമൈൻഡറിൻ്റെ ഒരു കണക്ഷൻ ഇതിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് BCMലേക്കാണ് പോകുന്നത്. BCMൽ നിന്ന് പോയിട്ടാണ് ഇതിനെ കൺട്രോൾ ചെയ്യുക. ഇതിൻ്റെ വാണിംഗ് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിലൊക്കെ കാണിക്കുന്നത്. അപ്പോൾ നമ്മളത് കുത്തി വയ്ക്കുന്ന സമയത്ത് എല്ലാ ലൈറ്റും ഓഫാവും. അത് ഊരിക്കഴിഞ്ഞാൽ ലൈറ്റ് ഓൺ. ഈ ഒരു ഫീച്ചർ ഇപ്പോൾ വാഹനത്തിൽ വരുന്നത് ആസ് പെർ ദ ഗവൺമെൻറ് റൂളാണ്. റിയർ സീറ്റ് ബെൽറ്റ് റിമൈൻഡറിനെ കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്